ചേച്ചി ആ അമ്മ ഞാൻ മെഡിസിൻ വാങ്ങി വരാം. ചെല്ലു. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? വെറുതെ. മോക്ക് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും കഴിക്കാൻ തരട്ടെ? എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. അത് പറഞ്ഞ പറ്റില്ല. ഇത് കഴിച്ചേ. വേണ്ട. അതൊന്നും പറഞ്ഞ പറ്റില്ല. ഇത് കഴിച്ചേ പറ്റൂ. കഴിക്കേ. കൊള്ളാമോ? ഇതും കൂടി കഴിക്കേ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഹലോ, ഞാൻ ഹോസ്പിറ്റലിലാ. ഹലോ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. മോളെ, ഞാൻ ഇപ്പൊ വരാട്ടോ, പേടിക്കണ്ട. ഹലോ. ചേച്ചി, ഇതാണ് അവസരം. മോളുടെ അടുത്തേക്ക് ചെല്ലേ. ശ്യാമ, അത് ചെല്ലി ചേച്ചി, സമയമില്ല. വസുന്ധരാമ്മ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ചേച്ചി വേഗം മോളെ കണ്ടിട്ട് വാ. ചെല്ലി ചേച്ചി. ശരി, ചെല്ല. മോളെ, ശ്രീകുട്ടി, മോളെ. മോളെ. അമ്മേ, എവിടെയായിരുന്നു അമ്മേ? അമ്മേ, ഞാൻ എവിടെയൊക്കെ തെരഞ്ഞെന്നോ? ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയോ? അമ്മയ്ക്ക് ശ്രീകുട്ടീനെ വേണ്ടേ? അങ്ങനൊന്നും പറയല്ലേ മോളെ. അമ്മ കരയില്ലമ്മേ, എനിക്ക് പനി കുറവുണ്ട്. ഇല്ല മോളെ, ഇനി ഞാൻ കരയുന്നില്ല. കുറച്ചേരം അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ കിടക്കോ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ മോളെ? വസുന്ധരാമ്മ ഇപ്പൊ വരും. എന്നെ കണ്ട പറ്റില്ല. എന്നാലും കുറച്ചു നേരം. മോളെ. മോളെ. അമ്മ ഇനി എന്റെ അടുത്തുനിന്ന് പോവല്ലേ അമ്മേ? ഇല്ല മോളെ, അമ്മ ഒരിടത്തും പോകുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി, ഓക്കെ, ബൈ.
ചേച്ചി, അശ്വതി ചേച്ചി, ചേച്ചി, അമ്മ, ചേച്ചി. അമ്മ പറയമ്മേ, അമ്മ ശ്രീകുട്ടിയുടെ അടുത്തുനിന്ന് പോവൂ? ഇല്ല, അമ്മ പോവില്ല. അമ്മ ശ്രീകുട്ടിയെ വിട്ട് പോവില്ല. മോള് വിഷമിക്കരുത്. ചേച്ചി, അശ്വതി ചേച്ചി. ഈശ്വരാ. അയ്യോ മോളെ, വസുന്ധര. വസുന്ധരാമ്മ. അമ്മേ, അമ്മ അവിടെ വിളിക്കേ. അയ്യോ ഓ അമ്മേ, മോളെ. ചെല്ല്. നമുക്ക് ബാക്കി കഴിച്ചാലോ? അമൃതേടത്തി ഇപ്പൊ എന്നെ കാണണ്ട. ഞാൻ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിക്കും. അത് പിന്നെ സംശയാവും. അമ്മേ, മെഡിസിൻ എല്ലാം കിട്ടി. ദേ ശ്യാമ. ആ വാ മേഡം, ഒരു സെൽഫി എടുത്തോട്ടെ. ആ. ഉം. മാഡം, മേഡം, ഒരു സെൽഫി. മാഡം ഒന്നുകൂടി. ശ്യാമയല്ലേ അത്? ഇവളെന്താ ഇവിടെ കാണിക്കുന്നേ? അത് ശ്യാമയുടെ പാട്ടിന്റെ ആരാധകരാ. കണ്ടോ, ഇതാ യഥാർത്ഥ സെലിബ്രിറ്റി. എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ആ പഴയ മിസ്കെയറിലെ ഇപ്പത്തെ ഇവിടെ ഒരു ഈച്ചക്കുഞ്ഞിന് പോലും അറിയില്ല. ശ്യാമയെ പരിഹസിച്ചവരും പുച്ഛിച്ചവരും ഒക്കെ ഈ രംഗം ഒന്ന് കൺകുളിർക്ക് കാണേണ്ടതാ. ഇവളെന്തിനാ ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നത്? അതറിയണമല്ലോ. ഐശ്വര്യ, അതെ പ്ലീസ് ഒന്ന് മാറി നിൽക്കോ. ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ? ഒരു എമർജൻസി കാര്യമുണ്ട്, ഒന്ന് മാറി നിൽക്കോ പ്ലീസ്. ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ? സെൽഫി ഒക്കെ എടുക്കാം. ഇപ്പൊ ഇയാളെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്. ഞാനൊരു എമർജൻസി മാറ്റർ പറഞ്ഞോട്ടെ പ്ലീസ്. വാ.
ഇപ്പൊ ഇവിടെ നീ എന്തിനാ വന്നത്? അത് എന്താ ശ്യാമയ്ക്ക് നല്ല സുഖമില്ലേ? അങ്ങനെ വന്നാണോ? ആ അതെ. എന്താ സുഖം? ആ, അത് 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 സുഖമില്ല. രോഗത്തിന് പേരില്ലേ? അത് എന്നാ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എവിടെ? മെഡിസിൻ എവിടെ? എടുക്ക്. ഇതൊന്നും അല്ല, അരുൺ പറഞ്ഞിട്ടാ ഇവൾ ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞിട്ടോ? അതെ, ശ്രീകുട്ടിയെ സുഖമില്ലാതെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് അരുൺ ശ്യാമയെ വിളിച്ച് പറഞ്ഞു. ഐശ്വര്യ, ദേ, ഞാൻ അറിയാത്ത കാര്യങ്ങൾ നീ വെറുതെ പറയരുത്. ഇത് ഉറപ്പാ, ഇവള് വന്നത് ശ്രീകുട്ടിയെ കാണാൻ തന്നെ. എടുത്തി കുഞ്ഞിനെ കണ്ട അസുഖം എങ്ങനെ ഏത് രീതിയിലാണെന്നൊക്കെ കണ്ടെത്താൻ, എന്നിട്ട് ആ കാര്യം അശ്വതിക്ക് പറഞ്ഞു കൊടുക്കാൻ. ഒരു കാര്യം തീർച്ചയാ, അശ്വതിയെ എവിടെയോ ഇവള് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അശ്വതി ഇവളോടൊപ്പം വന്നിട്ടുണ്ട് അവളുടെ മോളെ കാണാൻ. എടീ, അശ്വതി എവിടെ? പറ. അവൾ എവിടെ പോവാനാ? അവള് വന്നിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടിയുടെ അടുത്ത് തന്നെ കാണും. അത് അവളെ കയ്യോടെ പിടിക്കണം, എന്നിട്ട് അശ്വതിയെ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം. അത്രയ്ക്കായോ? മാറങ്ങോട്ട്. ഏട്ടാ, അശ്വതി ആ റൂമിലുണ്ട്. ശ്യാമേ, അശ്വതിയെ ഐശ്വര്യ കണ്ട പ്രശ്നമാവില്ലേ? എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അറിഞ്ഞിട്ട് വേഗം അവിടേക്കൊന്ന് ചെല്ല. എങ്ങനെയെങ്കിലും അശ്വതിയെ ഒന്ന് രക്ഷിക്കാൻ നോക്ക്. ശ്യാമേ, ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടാ, എന്നെ എന്തെങ്കിലും വേഗം ഒന്ന് ചെയ്യുക. ഞാനും അശ്വതിയെ അവിടെ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഏട്ടാ ചെല്ല, ചെല്ല. ദൈവമേ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്താ ഐശ്വര്യ തിരയുന്നേ? എന്താ ഐശ്വര്യേ? ഐശ്വര്യ, നീ കാര്യം എന്താന്ന് പറ. അമ്മേ, അശ്വതി ഇവിടെ എവിടെയോ ഉണ്ട്. അശ്വതിയോ? എവിടെ? ശ്യാം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോ അവൾക്കൊപ്പം അശ്വതിയും കാണും. അത് പിന്നെ ശ്യാമയോടൊപ്പമാണോ അശ്വതി ഉള്ളത്? അല്ലല്ലോ. ഇപ്പൊ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു.
അശ്വതി ഇവളെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നത് ഐശ്വര്യ. അല്ല അല്ല അല്ല, അവള് അശ്വതി ഇവിടെ ഉണ്ട്. എന്താ ഇവിടെ? അത് ഡോക്ടർ, ഇതെന്താ ഹോസ്പിറ്റലോ അതോ മാർക്കറ്റോ? സുഖമില്ലാത്തൊരു കുഞ്ഞാ ഇവിടെ കിടക്കുന്നേ. പേഷ്യന്റിന്റെ കാര്യം എല്ലാരും മറന്നു. ഡോക്ടർ, ഇവിടെ ഒരു നാടകം നടക്കുവാണ്. നാടകോ? അതെ, വലിയ ഡ്രാമ. ആ ശ്യാമി ഒരുക്കിയ വലിയ ഡ്രാമ. എന്ത് വന്നാലും ഞാൻ ആ നാടകം പൊളിക്കും. ഡ്രാമയും പൊളിക്കലും ഒക്കെ അങ്ങ് പുറത്ത്. റൂമിൽ നിന്ന് പുറത്തിറങ്ങ, എല്ലാരും ഇറങ്ങ. എന്താ അനുസരിക്കില്ലേ? എന്നാ ഈ പേഷ്യന്റ് ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. ചെയ്യട്ടെ? ഇനി നിങ്ങളോട് പുറത്തിറങ്ങാൻ പ്രത്യേകം പറയണോ? ചേച്ചി, ആരും കണ്ടില്ലല്ലോ? ഇല്ല. ദൈവം കാത്തു. എന്റെ കൃഷ്ണ, നീ കാത്തു. ശ്യാമ, ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. ഇതാണോ മകളെ കാണാൻ ഒളിച്ചു വന്ന ആള്? ഇതാ അശ്വതീച്ചി. ഡോക്ടർ, താങ്ക് യു. ചെയ്തു തന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഡോക്ടർ. ശ്യാമ ഓടി വന്ന് അശ്വതിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ മോളെ ഓർത്ത് അതിന് കൂട്ടുനിന്നത്. എന്നാ ശരി ശ്യാമേ. ഓ, താങ്ക് യു. അല്ല, അപ്പൊ ശ്യാമ പറഞ്ഞിട്ടാണോ ഡോക്ടറിനെ രക്ഷിച്ചത്? അങ്ങനെ ഒരു സാഹസം ശ്യാമയ്ക്ക് ചെയ്യേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ട അശ്വതീച്ചായി പോയില്ലേ, പിന്നെ എനിക്ക് രക്ഷപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? ചേച്ചി, എന്താ ഇത്? ശ്യാമേ, ഇപ്പൊ അവരെന്നെ കണ്ടിരുന്നെങ്കിലോ? നീ എന്നെ രക്ഷിച്ചു. അതൊക്കെ എന്റെ കടമയല്ലേ. വാ, ഇവിടെ അധികം സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഐശ്വര്യടുത്തൊക്കെ കാണും. വാ, പോകാം. മുളിത്തൂടെ കഴിക്കേ. മതി ആന്റി. ഇന്നും കൂടി. മതി ആന്റി. അത് പറ്റില്ല, ഇന്നും കൂടി കഴിക്കുമ്പോളെ. വേണ്ടാഞ്ഞിട്ടാ. മതി ആന്റി. എന്നാ ഞാൻ നല്ല ചൂട് കഞ്ഞി കൊണ്ടുവരട്ടെ? ഇനിയൊന്നും വേണ്ട ആന്റി. എന്നും പറഞ്ഞാ പറ്റില്ല. ശരിക്കും എന്തെങ്കിലും കഴിച്ചാലേ മോളുടെ പനി കുറയൂ. മതി ആന്റി. അമൃതയെടുത്ത് എന്തിനാ അവളെ കുത്തി തീറ്റിക്കുന്നേ? വേണ്ടെങ്കി വേണ്ട, അത്ര തന്നെ. ഞാൻ ഓരോന്ന് പറയുമ്പോ ഇവിടെ ആർക്കും പിടിക്കില്ല. എങ്ങാണ്ടുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാവരും കൂടെ ലോളിച്ച് വഷളാക്കുക.
ഞാൻ പലതവണ സൂചന തന്നതല്ലേ ഇത് അമൃതേടത്തേക്ക് തന്നെ പ്രശ്നമാകുമെന്ന്. അല്ല, അമൃതേടത്തി കാര്യങ്ങള് അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാത്തതാണോ അതോ ഞാൻ പറഞ്ഞത് കേൾക്കാത്തതോ? എന്താ അമൃതേടത്തിയുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പിന്നെ സ്വന്തം ജീവിതം കൈവിട്ടു പോയിട്ടേ കണ്ണീരും കയ്യുമായിട്ട് നടന്നിട്ട് കാര്യമില്ല. ചെയ്യേണ്ടത് ബുദ്ധിപരമായിട്ട് അപ്പപ്പ ചെയ്യണം. എന്താ അവിടെ? അല്ല, ഞാൻ അമൃതേടത്തിക്ക് ഉപദേശം കൊടുക്കായിരുന്നു. മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പോ? എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, പലരും അങ്ങനെയാ. മറ്റുള്ളവരുടെ ഏത് ചെറിയ കുറ്റവും കാണും, എന്നാ സ്വന്തം കണ്ണിൽ വീണിരിക്കുന്ന കരട് കാണില്ല. അല്ല, അമ്മ അതെന്തോ അർത്ഥം വെച്ച് പറഞ്ഞതാണല്ലോ. ഒന്നുമല്ല, ഞാനൊരു പൊതുതത്വം പറഞ്ഞേ ഉള്ളൂ. ഓ അങ്ങനെ. ആ അമൃതേ, കുഞ്ഞിന് പനിയാ. മോളെ ഒറ്റയ്ക്കൊന്നും കിടത്താൻ നിൽക്കണ്ട. നിന്റെ അടുത്ത് തന്നെ മോള് കിടക്കട്ടെ, കേട്ടല്ലോ? ആ അമ്മേ, എന്റെ അടുത്ത് ഞാൻ മോളെ കിടത്താം. പിന്നെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചോണം. കൊച്ചു കുഞ്ഞാ, പനി എങ്ങാനും കൂടിയാ അറിയാൻ പറ്റില്ല. ആ ശ്രദ്ധിക്കാമേ. ഫ്രൂട്ട്സ് കൊടുത്തൊക്കെ മതി. ഇനിയാ മെഡിസിൻ എടുത്ത് കൊടുത്തിട്ട് കുഞ്ഞിനെ ഉറക്കാൻ നോക്ക്. ആ ശരി അമ്മേ. അമ്മേ അമ്മേ, അമ്മ ഈ കുട്ടിയെ സ്നേഹിച്ചു തുടങ്ങിയോ? അമ്മേ, ഈ കുട്ടിയെ എത്രയും വേഗം ഇവിടുന്ന് കടത്തുമെന്ന് അമ്മ എനിക്ക് വാക്ക് തന്നതല്ലേ?